ഒരൊറ്റ യുദ്ധം 90 വർഷം നിലനിന്ന ജെറൂസലേം രാജ്യം ശേഷം വെറും 30 ദിവസം കൊണ്ട് ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു, അപ്രത്യക്ഷമായി. ആ യുദ്ധത്തിൻ്റെ കഥ, ദ ബാറ്റിൽ ഓഫ് ഹാറ്റിൻ, അതാണ് നാം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അത് ഇനിയും കേൾക്കാത്തവർ ഇവിടെ അത് കാണുക. അതൊരു അത്ഭുതമായിരുന്നു. ഫ്രാങ്കകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നം. അവരുടെ രാജ്യം ശിഥിലമായി. യുദ്ധത്തിന് ശേഷം കണ്ടത് അസാമാന്യമായ കാഴ്ചകളായിരുന്നു. ഒരു കാലത്ത് കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും അധിപരായ തമ്പുരാക്കന്മാർ, നൈറ്റ്സ്, അവർ ചങ്ങലകളിൽ ബന്ധിതരായ നിലയിൽ. സലാഹുദ്ദീൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നവർ നിസ്സാരക്കാരായിരുന്നില്ല. ജെറൂസലേമിലെ രാജാവായിരുന്ന ലൂസിഗാനിലെ ഗൈ, ഏവരെയും ഭയപ്പെടുത്തിയിരുന്ന യുദ്ധപ്രഭുവായ ചാറ്റിലോണിലെ റെയ്നാൾഡ്, നൈറ്റ് ടെംപ്ലേഴ്സിൻ്റെ തലവന്മാരായി കണക്കാക്കപ്പെടുന്ന നിരവധിയായ പ്രഭുക്കന്മാർ, ലാറ്റിൻ രാജ്യത്തിൻ്റെ നട്ടെല്ലായിരുന്ന ആളുകൾ. ആ ഒരു ദിവസം, ആ യുദ്ധം ഒരു സൈന്യത്തെ മാത്രമല്ല, ഒരു രാജ്യത്തെ തന്നെയായിരുന്നു അത് തകർത്ത് കളഞ്ഞത്. ഒടുവിൽ ഏവരും കാത്തിരുന്ന ആ നിമിഷം വന്നു. രാജാവായ ഗയ്യിനെയും ചാറ്റ്ലോണിലെ റെയ്നാൾഡിനെയും സലാഹുദ്ദീൻ്റെ ടെൻറ്റിൽ ഹാജരാക്കി. രാജാവായ ഗയ്യിനോട് സലാഹുദ്ദീൻ മാന്യതയോടെയും കരുണയോടെയുമാണ് പെരുമാറിയത്. അദ്ദേഹത്തിന് നേർക്ക് സലാഹുദ്ദീൻ ഐസിട്ട് തണുപ്പിച്ച വെള്ളം ഒരു ചഷകത്തിൽ വെച്ച് നീട്ടി. അത് കാരുണ്യത്തിൻ്റെ ഒരു സൂചനയായിരുന്നു. എന്നാൽ രാജാവ് പിന്നീട് ആ കപ്പ് റെയ്നാൾഡിന് കൈമാറിയപ്പോൾ സലാഹുദ്ദീൻ്റെ മുഖം ചുളിഞ്ഞു. അദ്ദേഹം തണുപ്പൻ മട്ടിൽ ഇങ്ങനെ പറഞ്ഞു: ഞാനല്ല, നിങ്ങളാണ് അയാൾക്ക് കുടിക്കാൻ ജലം നൽകിയത്. അതായത് താൻ കാണിക്കുന്ന ഔദാര്യം റെയ്നാൾഡിന് അവകാശപ്പെടുന്നതല്ല എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. നിശബ്ദത. ശേഷം സലാഹുദ്ദീൻ റെയ്നാൾഡിന് നേരെ തിരിഞ്ഞു. അയാൾ ചെയ്ത ക്രൂരതകളെക്കുറിച്ച് സംസാരിച്ചു. അയാൾ സമാധാന കരാർ ലംഘിച്ചതിനെക്കുറിച്ച്, തീർത്ഥാടകരെ ആക്രമിച്ച് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തതിനെക്കുറിച്ച്, യുദ്ധത്തിലേക്ക് നയിച്ച കച്ചവട സംഘത്തിന് നേരെ ഉണ്ടായ ആ ആക്രമണത്തെക്കുറിച്ച്. റെയ്നാൾഡ് ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് സലാഹുദ്ദീന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അന്നത്തെ നിയമം അനുസരിച്ച് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു അവസരം കൂടി റെയ്നാൾഡിന് മുന്നിൽ സലാഹുദ്ദീൻ വെച്ചു. വിചാരിച്ചതുപോലെ തന്നെ അയാളത് നിരസിക്കുകയാണ് ചെയ്തത്. സലാഹുദ്ദീൻ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരി റെയ്നാൾഡിൻ്റെ കഴുത്തിന് നേർക്ക് അത് ആഞ്ഞ് വെട്ടി. റെയ്നാൾഡിൻ്റെ മരണം കണ്ടു നിന്ന ഗയ്യുടെ മുഖം വിവർണമായി. അടുത്തത് തൻ്റെ ഊഴമാണെന്ന് കരുതി അയാൾ ഭയചകിതനായി. അപ്പോൾ ശാന്തതയോടെ സലാഹുദ്ദീൻ ഗയ്യുടെ തോളിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു: ഭയപ്പെടേണ്ട, രാജാക്കന്മാർ മറ്റു രാജാക്കന്മാരെ വധിക്കുകയില്ല. ആ മനുഷ്യൻ്റെ കാര്യത്തിൽ റെയ്നാൾഡിൻ്റെ കാര്യം സലാഹുദ്ദീൻ സൂചിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ്റെ കാര്യത്തിൽ പക്ഷേ അയാളുടെ ക്രൂരതകൾ അതിരുവിട്ടു. അങ്ങനെ ഗയ് രാജാവിനോട് കരുണ കാണിക്കപ്പെട്ടു. എന്നാൽ മറ്റ് നൈറ്റ് ടെംപ്ലേഴ്സിനോട് ഈ വിധത്തിൽ അനുകമ്പ കാണിച്ചില്ല. സലാഹുദ്ദീന് എന്നും അവരോട് ദേഷ്യവും വെറുപ്പുമായിരുന്നു. ഈ ഓർഡറുകളിൽ നിന്ന് ഞാൻ ഭൂമിയെ ശുദ്ധമാക്കുമെന്ന് അദ്ദേഹം എന്നും പറയാറുണ്ടായിരുന്നു. അവരിൽ ഏറെ പേരും എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ലാറ്റിൻ രാജ്യത്തിൻ്റെ സേന ഏതാണ്ട് പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന് പറയാം. അതിൻ്റെ കോട്ടകൾ മുഴുവൻ ഇനി തുറന്നു കിടക്കുകയാണ് സലാഹുദ്ദീൻ എന്ന ആ കൊടുങ്കാറ്റിന് മുന്നിൽ. എവിടെയാണ് ആദ്യം സ്ട്രൈക്ക് ചെയ്യുക? അക്രെ, സിഡോൺ, ടയർ, ഈ കടലോര പ്രദേശങ്ങളുടെ നേർക്ക് തിരിയണോ? അതോ ഉൾനാടുകളിലേക്ക് തിരിഞ്ഞ് അവിടെയുള്ള കോട്ടകൾ പിടിച്ച് ഒടുക്കം ആ വിലമതിക്കാനാവാത്ത അൾട്ടിമേറ്റ് പ്രൈസ് ജെറൂസലേം, അത് പിടിക്കണോ? അതായിരുന്നു ചോദ്യം. സലാഹുദ്ദീൻ തൻ്റെ സൈന്യത്തെ പല ചെറിയ ചെറിയ വിഭാഗങ്ങളായി, സംഘങ്ങളായി തിരിച്ചു. മുമ്പ് ഇത്തരം ചെറിയ സംഘങ്ങളെ അയക്കുമ്പോൾ അദ്ദേഹം ഏറെ ശ്രദ്ധാലുവായിരുന്നു. അവരെക്കുറിച്ച് അദ്ദേഹം സദാ ആശങ്കപ്പെട്ടിരുന്നു. ഇന്ന് ഭയപ്പെടാവുന്ന നിലയിൽ ശത്രു അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സലാഹുദ്ദീൻ അവരെ കെട്ടഴിച്ചു വിട്ടു. കേക്ബൂരി നെസ്രയത്ത് കീഴടക്കി. ഹുസാമുദ്ദീൻ, നെബുലസ്, ഹൈഫ, അർസൂഫ് തുടങ്ങിയ സ്ഥലങ്ങൾ ബദ്രുദ്ദീൻ. സലാഹുദ്ദീൻ ആവട്ടെ വടക്കോട്ട് സഞ്ചരിച്ചു. സിഡോൺ, ബൈറൂത്ത് തുടങ്ങിയ നഗരങ്ങൾ അദ്ദേഹം പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ പടയാളികൾ തുടർച്ചയായ യുദ്ധത്തിൽ ക്ഷീണിതരായി തുടങ്ങിയിരുന്നു. അവർക്ക് വിശ്രമം ആവശ്യമായിരുന്നു. അപ്പോഴാണ് ഈജിപ്തിൽ നിന്നുള്ള ആ കത്ത് വന്നത്.
അത് സഹോദരൻ ആദിലിൻ്റേത് ആയിരുന്നു. ലക്ഷ്യം ജെറൂസലേമിന് നേർക്ക് തിരിക്കാൻ അദ്ദേഹം തൻ്റെ കത്തിൽ സലാഹുദ്ദീനോട് ആവശ്യപ്പെട്ടു. ഓർക്കുക, താങ്കൾ മരണപ്പെട്ടാൽ ജെറൂസലേം ഫ്രാങ്കുകളുടെ കയ്യിൽ തന്നെ നിലകൊള്ളുക എന്നതാണ് സംഭവിക്കുക. ആ വാക്കുകൾ സലാഹുദ്ദീൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുകയുണ്ടായി. ഉൾനാടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മുന്നിൽ പ്രധാനപ്പെട്ട ഒരു പട്ടണം കൂടി ഉണ്ടായിരുന്നു, അസ്കലോൺ. സലാഹുദ്ദീൻ തൻ്റെ രാജകീയ തടവുകാരനായ ലൂസിഗനിലെ ഗൈയിനെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തു. പകരം അദ്ദേഹം ചെയ്യേണ്ടത് ഇതാണ്: അസ്കലോൺ നഗരത്തെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുക. ഗൈ അത് സമ്മതിച്ചു. എന്നാൽ ഗൈ അസ്കലോണിൽ എത്തിയപ്പോൾ ആളുകൾ അദ്ദേഹത്തെ കളിയാക്കുകയും കൂക്കി വിളിക്കുകയുമാണ് ചെയ്തത്. അയാളെ അവർ ഒരു ഭീരു എന്ന് വിളിച്ചു, പബ്ലിക്കായി അപമാനിച്ചു. അങ്ങനെ ഗൈ തടവിലേക്ക് തന്നെ മടങ്ങി. സലാഹുദ്ദീൻ്റെ ക്ഷമ നശിച്ചു. തുടർന്ന് യുദ്ധത്തിലൂടെ തന്നെ അസ്കലോണും വീണു. തുടർന്ന് ഗാസ, ദാറും, ടൈർ ഒഴികെയുള്ള തീരപ്രദേശങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ സലാഹുദ്ദീൻ്റെ കൈകളിലേക്ക് വന്നു. ഈ സമയം ജെറൂസലേമിൽ ക്ഷാമം പടരുകയായിരുന്നു. യുദ്ധം മൂലം ഹാറ്റിൻ പ്രദേശത്തെ വിളകൾ അതുവരെ അവിടെ എത്തിയിരുന്നില്ല. അതുകൂടാതെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത പല കോട്ടകളിൽ നിന്നുമുള്ള ഫ്രാങ്കിഷ് അഭയാർത്ഥികൾ അങ്ങോട്ടേക്ക് ഒഴുകി വന്നു. നഗരത്തിൻ്റെ ജനസംഖ്യ അങ്ങനെ 30,000-ൽ നിന്ന് ഏതാണ്ട് ഇരട്ടി 60,000-ആയി ഉയർന്നു. അതും അവിടുത്തെ ക്ഷാമം വർദ്ധിപ്പിച്ചു. ശത്രുക്കളോട് പോലും സൗമ്യതയോടും മാന്യതയോടും പെരുമാറുന്ന സലാഹുദ്ദീൻ്റെ സ്വഭാവ വിശേഷം പ്രകടമായ ഒരു സംഭവം അരങ്ങേറുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇബലിനിലെ ബാലിയൻ, ഹാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ആ പടനായകൻ, അയാൾ സലാഹുദ്ദീൻ്റെ മുന്നിൽ ഒരു അപേക്ഷയുമായി വന്നു. ജെറൂസലേമിലേക്ക് ഒരു സുരക്ഷിതമായ പാത നൽകണം. അവിടെയാണ് അയാളുടെ പത്നി ക്വീൻ മരിയയും കുട്ടികളുമുള്ളത്. അവരെ രക്ഷിക്കാൻ അനുവദിക്കണം. സലാഹുദ്ദീൻ അത് അനുവദിച്ചു കൊടുത്തു. ഒറ്റ രാത്രി മാത്രം. ഒരു കണ്ടീഷൻ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു: ഇനി ഒരിക്കലും എനിക്കെതിരെ ആയുധമെടുക്കാൻ പാടില്ല. ബാലിയൻ അത് അംഗീകരിച്ചു കൊണ്ട് പ്രതിജ്ഞ ചെയ്തു. ജെറൂസലേമിലെത്തിയ ബാലിയൻ എങ്ങും അരാജകത്വവും പരിഭ്രമവും നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. കൂടാതെ അയാൾ ഒരു വെട്ടിലകപ്പെട്ടു. നഗരത്തിൻ്റെ മേലധികാരിയായ ഹെറാക്ലിയസ് പ്രതിരോധം നയിക്കാൻ ബാലിയനോട് ആവശ്യപ്പെട്ടു. യുദ്ധം ചെയ്യില്ല എന്ന് താൻ സലാഹുദ്ദീനോട് നടത്തിയ പ്രതിജ്ഞയെക്കുറിച്ച് ബാലിയൻ പറഞ്ഞു. അതുകൊണ്ട് തനിക്ക് ആ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. അയാൾ പറഞ്ഞു. മേലധികാരി ദേഷ്യത്തോടെ ചീറി. ഒരു അവിശ്വാസിയോട് ചെയ്യുന്ന പ്രതിജ്ഞ അത് പാലിക്കേണ്ടതില്ല. ബാലിയൻ അങ്ങനെ ധർമ്മസങ്കടത്തിലായി. ഒരു വശത്ത് തൻ്റെ വാക്ക് തെറ്റിക്കാനുള്ള വൈഷമ്യം, മറുവശത്ത് കടമയിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരുന്നതിലെ വൈഷമ്യം. അദ്ദേഹം ഇതേക്കുറിച്ച് സലാഹുദ്ദീന് കത്തയച്ചു. സലാഹുദ്ദീൻ പ്രതിജ്ഞ പിൻവലിച്ചുകൊള്ളാൻ ബാലിയന് അനുവാദം നൽകി. എന്ന് മാത്രമല്ല, ബാലിയൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ജെറൂസലേമിൽ നിന്ന് പോവാൻ സുരക്ഷ ഒരുക്കി കൊടുത്തു. പോകുന്നതിന് മുമ്പ് അവരെ തമ്പിൽ സന്ദർശിച്ച് അവർക്ക് സലാഹുദ്ദീൻ സമ്മാനങ്ങൾ നൽകി. അവർ യാത്ര തിരിക്കുമ്പോൾ അവർക്ക് പിന്നിൽ തീ പടർന്നു തുടങ്ങി. സലാഹുദ്ദീൻ്റെ കണ്ണുകൾ ആ അവസാന ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്: ജെറൂസലേം. സമയമിതാ വന്നെത്തിക്കഴിഞ്ഞു. വിധി കരുതി വച്ചിരുന്ന, ഏറെക്കാലമായി വാഗ്ദാനം ചെയ്തിരുന്ന ആ നിമിഷം. ചില ജ്യോതിഷികൾ ഒരു കാലത്ത് പ്രവചിച്ചു അത്രേ, സലാഹുദ്ദീൻ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. അദ്ദേഹം അത് ചിരിച്ച് തള്ളി. ആ നഗരം പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ എൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്ന് ജെറൂസലേമിൻ്റെ ഭിത്തികളാണ് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നിൽ. അതിനെ പ്രതിരോധിക്കുന്നതോ ഇബലിനിലെ ബാലിയൻ. അയാൾ മാത്രമായിരുന്നു ആ കോട്ടയ്ക്കുള്ളിൽ അവശേഷിച്ച ഒരേ ഒരു മുതിർന്ന സൈനികൻ. കോട്ടയുടെ അവസ്ഥ പരിശോധിച്ച ബാലിയൻ്റെ ഹൃദയം പരവശമായി. ഏതാണ്ട് 14 നൈറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതെ, വെറും 14. അതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് ആരോഗ്യവാന്മാരായ ആളുകളെ മുഴുവനും തേടിപ്പിടിച്ച് ആയുധമണിയിച്ചു. കഴിയാവുന്ന വിധത്തിൽ ഭക്ഷണവും കരുതൽ ധനവും ശേഖരിച്ചു. കോട്ടവാതിലുകൾ ബന്ദവസ്സാക്കി.
സെപ്റ്റംബർ 20, 1187 സലാഹുദ്ദീൻ്റെ പടയാളികളും ബാനറുകളും ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആഴ്ചകളോളം നീണ്ട ഉപരോധം. ടവർ ഓഫ് ഡേവിഡ് മുതൽ ഡമാസ്കസ് ഗേറ്റ് വരെ സലാഹുദ്ദീൻ്റെ കറ്റപ്പുൽറ്റുകൾ അഗ്നിയും കല്ലും വർഷിച്ചു. കോട്ടഭിത്തികൾ വിറച്ചു, പക്ഷെ അവ വീണില്ല. 26 സെപ്റ്റംബർ സലാഹുദ്ദീൻ തന്ത്രം മാറ്റി. അദ്ദേഹം മൗണ്ട് ഒലീവിലേക്ക് ക്യാമ്പ് ഷിഫ്റ്റ് ചെയ്തു. കോട്ടയ്ക്കുള്ളിൽ നിന്ന് ആക്രമിക്കാൻ കഴിയാത്ത ഒരു പൊസിഷനിലായിരുന്നു അത്. 3 ദിവസം അതിനുശേഷം മുസ്ലിം പട്ടാളക്കാർ ഭിത്തി തുറന്ന് ഉള്ളിലെത്തി. അങ്ങനെ ജെറൂസലേം വീണു. ബാലിയൻ സമാധാനത്തിന് സന്നദ്ധനായി വെളുത്ത പതാകയുമായി മുന്നോട്ട് വന്നു. അദ്ദേഹം സലാഹുദ്ദീൻ്റെ മുമ്പാകെ നിന്നു. അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായിരുന്നു. ആദ്യം സലാഹുദ്ദീൻ അത് വിസമ്മതിച്ചു. 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1099 അവരുടെ പൂർവികർ ജെറൂസലേം പിടിച്ചെടുത്തപ്പോൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അന്ന് തെരുവുകളിൽ അവർ ചോരപ്പുഴയാണ് ഒഴുക്കിയത്. പക്ഷേ യുക്തിയും അനുകമ്പയും കൈയൊഴിയാൻ സലാഹുദ്ദീൻ താല്പര്യപ്പെട്ടില്ല. അദ്ദേഹം ഒരു ഉടമ്പടിക്ക് തയ്യാറായി. ഒരു ഉടമ്പടി ഉണ്ടാക്കി. നഗരം കീഴടങ്ങുന്നതോടെ അതിലെ ഫ്രാങ്കുകളെല്ലാം യുദ്ധത്തടവുകാരാവും. എന്നാൽ അവർക്ക് സ്വയം മോചനദ്രവ്യം നൽകി പോവാം. ഒരു പുരുഷന് 10 ദിനാർ, ഒരു സ്ത്രീക്ക് 5 ദിനാർ, ഒരു കുട്ടിക്ക് 1 ദിനാർ. അങ്ങനെ വളരെ തുച്ഛമായ മോചനദ്രവ്യം മാത്രമാണ് നിബന്ധനയായി മുന്നോട്ട് വെച്ചത്. 40 ദിവസം സമയം കടന്നുപോയപ്പോൾ അതും നൽകാൻ കഴിയാത്ത ആയിരക്കണക്കിന് ആളുകൾ അവശേഷിക്കുകയുണ്ടായി. അപ്പോഴാണ് സലാഹുദ്ദീൻ്റെ യഥാർത്ഥ വ്യക്തിത്വം ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അമീറുമാരായ അൽ ആദിലും കെയ്ക്ബൂരിയും സ്വന്തം ചെലവിൽ ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കുകയുണ്ടായി. സലാഹുദ്ദീൻ സ്വയം തൻ്റെ പണം നൽകാൻ കഴിയാത്ത അനവധി വൃദ്ധരെയും ദരിദ്രരെയും മോചിപ്പിച്ചു. ശത്രുക്കൾ പോലും അദ്ദേഹത്തിൻ്റെ ആ വിജയ നിമിഷത്തിലെ കുലീനമായ പെരുമാറ്റത്തെ മഹത്വത്തിൻ്റെ നിമിഷമായി രേഖപ്പെടുത്തി. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരിക്കൽ ജെറൂസലേം കൈയടക്കി വെച്ചിരുന്ന ആളുകളെക്കാൾ കൂടുതൽ കരുണ ഇന്ന് അത് കീഴടക്കാൻ വന്ന ആ വ്യക്തി കാണിച്ചിരിക്കുന്നു. കാരണം അവർ അത് കാണുന്നുണ്ടായിരുന്നു. മേലധികാരിയായ ഹെറാക്ലിയസ് വെറും 15 ദിനാർ മാത്രം മോചനദ്രവ്യം നൽകിക്കൊണ്ട് കുടുംബത്തോടൊപ്പം രക്ഷപ്പെടുകയാണ്. അപ്പോൾ അയാളുടെ പക്കലുള്ളത് നിരവധി കുതിരവണ്ടികളിൽ നിറയെ സ്വർണവും രത്നങ്ങളുമടങ്ങുന്ന വമ്പിച്ച ധനമാണ്. ഒരുപക്ഷെ 10,000-കണക്കിന് ആളുകളെ മോചിപ്പിക്കാൻ മാത്രമുള്ള മോചനദ്രവ്യം അയാളുടെ പക്കലുണ്ട്. എന്നാൽ അയാൾ അതിന് തയ്യാറാവാതെ അവയുമായി രക്ഷപ്പെടുകയാണ്. ചില ജനറൽമാർക്ക് ഇത് കണ്ടിട്ട് അമർഷമുണ്ടായി. ആ നിധി അയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന് അവർ സലാഹുദ്ദീനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പക്ഷേ വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്ത് കരാറാണോ നാം ഒപ്പിട്ടത് അത് അക്ഷരം പ്രതി പുലരട്ടെ. വിശ്വാസികൾ വാക്ക് തെറ്റിക്കുന്നവരാണ് എന്ന് ആരോപിക്കാൻ നാം അവർക്ക് അവസരം നൽകുകയില്ല, അദ്ദേഹം തീർത്തു പറഞ്ഞു. ബാലിയന്റെ നേതൃത്വത്തിൽ ഫ്രാങ്കുകൾ നഗരം ഒഴിഞ്ഞു പോയതോടെ സലാഹുദ്ദീൻ്റെ സൈന്യം നിയന്ത്രണം മുഴുവൻ ഏറ്റെടുത്തു. ഏതെങ്കിലും വിധത്തിലുള്ള കൊള്ളകളോ കൊലകളോ പിന്നെയോടെ ഉണ്ടായില്ല. നഗരം വിട്ടു പോകുന്നവർക്ക് പോലും വഴിയാത്രയിൽ നീളെ സംരക്ഷണം നൽകപ്പെട്ടു. അന്ന് അവിടെ നിന്ന് മോചനദ്രവ്യമായി പിരിച്ച തുകയിൽ നിന്ന് ഒരു നാണയം പോലും സലാഹുദ്ദീൻ സ്വന്തം ആവശ്യത്തിനായിട്ട് എടുത്തില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ജെറൂസലേമിൽ തന്നെ തുടർന്നും താമസിക്കണമെന്ന് ആഗ്രഹിച്ച നിരവധി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവരെ അദ്ദേഹം അതിന് അനുവദിച്ചു. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വീണ്ടും തുറക്കാൻ അദ്ദേഹം അനുമതി നൽകി. ബൈസാൻഡിയൻ പാത്രിയാർക്കീസിനെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിച്ചു. മുസ്ലിങ്ങളിൽ ചിലർ ക്രിസ്ത്യൻ പുണ്യപ്രദേശങ്ങളായ ചർച്ച് ഓഫ് ദി ഹോളി സെപ്പുൾച്ചറെ നശിപ്പിക്കണം എന്ന് അവകാശപ്പെട്ടപ്പോൾ അത് ഇനി ഒരു ആക്രമണം ഉണ്ടാവുന്നത് തടയും എന്ന് അവർ വാദിച്ചപ്പോൾ സലാഹുദ്ദീൻ അത് ശക്തിയോടെ അതിശക്തമായി നിരസിക്കുകയാണ് ചെയ്തത്. അത് ഇസ്ലാമിക നിയമത്തിന് നിരക്കുന്നതല്ല എന്ന് മാത്രമല്ല, 637 ജെറൂസലേം പിടിക്കുമ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ക്രിസ്ത്യാനികൾക്ക് നൽകിയതാണത്. അതിൽ മാറ്റമില്ല.
അങ്ങനെ ചോര വീണ് കല്ലുകളും വഴുത്താരകളും ഇരുണ്ടുപോയ ആദ്യത്തെ കുരിശ് യുദ്ധത്തിന് 88 വർഷങ്ങൾക്ക് ശേഷം ജെറൂസലേം ശുദ്ധിയാക്കപ്പെട്ടു. കൂട്ടക്കൊലകൾ ഏതും കൂടാതെ ആ നഗരം സമാധാനത്തോടെ വിമോചിപ്പിക്കപ്പെട്ടു. ഒരിക്കൽ പകയിൽ നനഞ്ഞു കുതിർന്ന ആ നഗരം അന്ന് ഒടുവിൽ കരുണയിൽ, അനുകമ്പയിൽ, പാരസ്പര്യത്തിൽ വീണ്ടെടുക്കപ്പെട്ടു. ചരിത്രത്തിൽ അങ്ങനെ ചില നിമിഷങ്ങളുണ്ട്. ഭൂമിയും ആകാശവും ശ്വാസമടക്കി നിൽക്കുന്ന മുഹൂർത്തങ്ങൾ. അതായിരുന്നു അടുത്തത്. അൽ അക്സ പള്ളിയിൽ നിന്ന് ബാങ്കുലി ഉയർന്നിട്ട് 88 നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഒടുവിൽ അത് സംഭവിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി. പണ്ഡിതന്മാർ, കവികൾ, സൂഫികൾ, നിയമജ്ഞർ, പട്ടാളക്കാർ, സാധാരണ ജനങ്ങൾ, തങ്ങളുടെ പൂർവികരുടെ ഒരു തലമുറയുടെ മുഴുവൻ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ആ മുഹൂർത്തം നേരിൽ കാണാൻ അവർ വന്നെത്തി. എല്ലാ കണ്ണുകളും ആ ജേതാവിൻ്റെ നേർക്കാണ് തിരിഞ്ഞത്. സലാഹുദ്ദീൻ യൂസുഫ് ഇബ്നു അയ്യൂബ്. 583 ഹിജ്റ റജബ് 27. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജെറൂസലേമിൽ നിന്ന് വാനലോകങ്ങളിലേക്ക് സഞ്ചരിച്ച മിറാജ് രാവിൻ്റെ വാർഷികമാണ് അതിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സലാഹുദ്ദീൻ ജെറൂസലേമിലേക്ക് പ്രവേശിച്ചു. നിശബ്ദതയിൽ മുറിവേറ്റ് നിന്നിരുന്ന അൽ അക്സ പള്ളി, ദ ഡോം ഓഫ് ദി റോക്ക്, ആ യോദ്ധാവിനെ സഹർഷം സ്വാഗതം ചെയ്തു. അതിനു ചുറ്റും നൈറ്റ് ടെംപ്ലേഴ്സ് നിർമ്മിച്ചിരുന്ന നിർമ്മിതികൾ മുഴുവൻ സലാഹുദ്ദീൻ ഒന്നൊന്നായി നീക്കം ചെയ്തു. മറവിലാക്കപ്പെട്ടിരുന്ന മിഹ്റാബ് കണ്ടെടുക്കപ്പെടുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അത് റോസ് വാട്ടറിൽ കഴുകി എങ്ങും സുഗന്ധം വിതറി. ഉള്ളിൽ പുതിയ കാർപ്പറ്റുകൾ വിരിച്ചു. തൊട്ടടുത്ത വെള്ളിയാഴ്ച ജുമാ ദിവസം അന്തരീക്ഷം ആഘോഷത്താൽ, സന്തോഷത്താൽ പുളകിതമായി. അലപ്പോയുടെ ഖാദിയായിരുന്ന മുഹിയുദ്ദീൻ ഇബ്നു അൽ സാക്കിയാണ് ജുമുഅ ഖുതുബ നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അഗ്നി നിറഞ്ഞിരുന്നു. ഇമാദുദ്ദീൻ രേഖപ്പെടുത്തുകയാണ്: സലാഹുദ്ദീൻ തൻ്റെ ആളുകളുടെ മധ്യത്തിലായിട്ട് ഇരുന്നു. അദ്ദേഹത്തിൻ്റെ വദനം സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ പ്രകാശിച്ചു. ഒരു വെളിച്ചം അദ്ദേഹത്തെ വലയം ചെയ്തിരുന്നു. ഇബ്നു സാക്കി ഹൃദയവിശുദ്ധിയെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചുമാണ് സംസാരിച്ചത്. പിന്നീട് സംസാരിച്ചത് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ ശിഷ്യനായ ഇബ്നു നാജ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടിയിരുന്ന സകലരുടെയും കണ്ണുകളെ ആനന്ദാശ്രു അണിയിച്ചു. അങ്ങനെ 1187 ഒക്ടോബർ മാസത്തിൽ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച ആ സുവർണ കുംഭങ്ങൾക്ക് കീഴെ സലാഹുദ്ദീൻ്റെ ധീരതയുടെയും നീതിബോധത്തിൻ്റെയും ചരിത്രം കൂടി അന്ന് എഴുതി ചേർക്കപ്പെട്ടു. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പാണ് സലാഹുദ്ദീൻ ഈജിപ്തിനെ സുന്നി നാടാക്കിയത്. ഇതിനു മുമ്പൊരു അധ്യായത്തിൽ നാം അതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. സുന്നി പുനരുജ്ജീവനത്തിൻ്റെ ആ പതാകയാണ് ഒടുവിൽ അദ്ദേഹം ജെറൂസലേമിലേക്കും കൂട്ടിക്കൊണ്ട് വന്നത്. സലാഹുദ്ദീൻ സാധ്യമാക്കിയ ഖുദ്സ് വിജയത്തെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കേവലമായ ഒരു സൈനിക വിജയം മാത്രമായിരുന്നില്ല. സലാഹുദ്ദീൻ വാളെടുക്കുന്നതിന് ഏറെ മുമ്പ്, എന്തിന് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച വലിയൊരു മൂവ്മെൻറ്റിൻ്റെ അവസാനത്തെ സിംഫണിയായിരുന്നു ഒരർത്ഥത്തിൽ ഖുദ്സിൻ്റെ വിമോചനം. അത് ഉരവം കൊണ്ടത് മഹാന്മാരായ ചില മനീഷികളുടെ ചിന്തകളിൽ നിന്നായിരുന്നു. നിസാമുൽ മുൽക്കിനെ പോലെയുള്ള, ഇമാം ഗസാലിയെ പോലെയുള്ള മഹാമനീഷികൾ സലാഹുദ്ദീൻ്റെ പതാകകൾ ഉയരുന്നതിന് ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ ഒരുമയുടെ സന്ദേശം അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇമാം ഗസാലിയാണത് കണ്ടത്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടി നിയമജ്ഞരെയും സൂഫികളെയും തത്വചിന്തകരെയും ആത്മീയമായ അടിത്തറയിൽ ഏകീകരിക്കുന്ന ഒരു ആശയധാര അദ്ദേഹം സ്ഥാപിച്ചു. കുർദ് വംശജനായ ഒരു ഷാഫിയോടൊപ്പം ഫലസ്തീൻകാരനായ ഒരു ഹംബലി യോദ്ധാവ് ഹാറ്റിൻ യുദ്ധത്തിൽ തോളോട് തോള് ചേർന്ന് സഞ്ചരിക്കുന്നത്, പോരാടുന്നത് ഈ ഒരു ആശയത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. നൂറുദ്ദീന് എതിരായിരുന്ന അലപ്പോയിലും മറ്റുമുള്ള ഷിയാക്കൾ പോലും ഫ്രാങ്കുകൾക്ക് എതിരിൽ സലാഹുദ്ദീനുമായി സഹകരിച്ചത് അങ്ങനെയായിരുന്നു. അബ്ബാസിദ് മന്ത്രിയായ ഇബ്നു ഹുബൈറ ഒരിക്കൽ വിഭാവനം ചെയ്ത സുന്നി ഷിയ സൗഹൃദത്തിൻ്റെ നീണ്ട
പ്രതിധ്വനിയായിരുന്നു അത്. അതുപോലെ പ്രധാനമാണ് നിസാമുൽ മുൽക്ക് എന്ന ജീനിയസിൻ്റെ പൊളിറ്റിക്കൽ ഇമാജിനേഷനിൽ നിന്ന് രൂപം കൊണ്ട ആ ഒരു സ്ഥാപനം, മദ്രസ. അത് മുസ്ലിം പുനരുജ്ജീവനത്തിൻ്റെ, സുന്നി പുനരുജ്ജീവനത്തിൻ്റെ പ്രധാന വാഹനമായി പരിണമിച്ചു. അത് ആരംഭിച്ചത് ഇസ്മായിലി ഭീഷണികൾക്ക് എതിരിലായിരുന്നുവെങ്കിലും ക്രമേണ അത് കൗണ്ടർ ക്രുസേഡിൻ്റെ പ്രധാന ആശയ കേന്ദ്രമായി, അതിനെ നയിച്ച ഇന്ധനമായി. മദ്രസകൾ മുസ്ലിം ലോകത്ത് എമ്പാടും പടർന്ന് പന്തലിച്ചു. ബാഗ്ദാദ് മുതൽ കൈറോ വരെ, ഡമാസ്കസ് മുതൽ ജെറൂസലേം വരെ മന്ത്രിമാർ, അമീർമാർ, സൈനിക നേതാക്കൾ, സ്ത്രീകൾ, സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിലുള്ള ആളുകൾ മദ്രസകൾ ഇവരെല്ലാം സ്പോൺസർ ചെയ്തു. അത് സൃഷ്ടിച്ച വൈജ്ഞാനികമായ വിപ്ലവം, അതിൻ്റെ ശക്തമായ തിരമാലകളാണ് സലാഹുദ്ദീൻ എന്ന വ്യക്തിയെ വഹിച്ചത്, ഖുദ്സിൻ്റെ വിമോചനത്തിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത്. സലാഹുദ്ദീൻ എന്ന ഇതിഹാസത്തിന് പിന്നിലെ ചരിത്ര പുരുഷനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം ഈ സീരീസ് ആരംഭിച്ചത്. ആ ചരിത്രമാണ് നാം ഏറെക്കുറെ ഇതുവരെ പറഞ്ഞത്. ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ എങ്ങനെയാണ് സലാഹുദ്ദീൻ ഒരു നിഷ്ക്രിയ പ്രത്യാശയുടെ പ്രതീകമായി തീരുന്നത് എന്ന് എഡ്വേർഡ് സെയ്ദ് ഒരിക്കൽ സൂചിപ്പിച്ചതിനെക്കുറിച്ചും ആദ്യത്തെ അധ്യായത്തിൽ നാം പറഞ്ഞിരുന്നു. എവിടെ പുതിയ സലാഹുദ്ദീൻ എന്ന് ചോദിക്കുമ്പോൾ സലാഹുദ്ദീൻ അങ്ങനെ ഒരു മിഷിഹായോ രക്ഷകനോ ആയിരുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കണം. വൈജ്ഞാനിക വിപ്ലവവും നീതിബോധവും ചരിത്ര അവബോധവും ഒത്തിണങ്ങുന്ന ഒരു സമൂഹം സ്വാഭാവികമായി സലാഹുദ്ദീനെ പോലെ ഒരു നേതാവിനെ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. സലാഹുദ്ദീൻ, ഇതിഹാസത്തിന് പിന്നിലെ ചരിത്ര പുരുഷൻ എന്ന സീരീസ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻ്റ് ചെയ്യുക. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇനി ഇത്തരത്തിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.